ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഫെബ്രുവരി 26, 27 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദേശീയ സാമ്പിൾ സർവേ പ്രകാരം 2022-23 വർഷത്തിൽ രാജ്യത്തെ പ്രതിമാസ ആളോഹരി വീട്ടുചെലവ് എത്രയാണ്? നഗരമേഖലയിൽ 6459 രൂപയും ഗ്രാമീണ മേഖലയിൽ 3773 രൂപയും. ദേശീയ സാമ്പിൾ സർവേ പ്രകാരം 2022-23 വർഷത്തിൽ രാജ്യത്തെ പ്രതിമാസ ആളോഹരി വീട്ടുചെലവ് നഗരമേഖലയിൽ 6459 രൂപയും ഗ്രാമീണ മേഖലയിൽ 3773 രൂപയുമാണ്. ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളോഹരി വീട്ടുചെലവ് സിക്കിമിലാണ്. രണ്ടാം സ്ഥാനത്ത് ഗോവയാണ്. കേരളമാണ് മൂന്നാമത്. കേരളത്തിലെ ആളോഹരി വീട്ടുചെലവ് ഗ്രാമീണ മേഖലയിൽ 5924 രൂപയാണ്. നഗരമേഖലയിൽ ഏറ്റവും കൂടുതൽ ആളോഹരി വീട്ടുചെലവും സിക്കിമിലാണ്. രണ്ടാം സ്ഥാനത്ത് ഗോവ തന്നെയാണ്. കേരളം ഇതിൽ 11ാമത് സ്ഥാനത്താണ് ഉള്ളത്. കേരളത്തിലെ നഗരമേഖലയിലെ ആളോഹരി പ്രതിമാസ വീട്ടുചെലവ് 7078 രൂപയാണ്. കളിമൺ പാത്രങ്ങളും ശില്പങ്ങളും വാങ്ങുന്നതിനായി തയ്യാറാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? മൺകുരൽ. മൺകുരൽ എന്നു പേരിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കളിമൺ പാത്രങ്ങളും ശില്പങ്ങളും വാങ്ങുന്നതിനായി തയ്യാറാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം. മൺകുരൽ എന്ന വാക്കിൻ്റെ അർത്ഥം മണ്ണിൻ്റെ ശബ്ദം എന്നാണ്. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ കീഴിലുള്ള കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷനാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയത്. ഈ കോർപ്പറേഷൻ്റെ ചെയർമാൻ KN കുട്ടമണിയാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദി സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി ആരാണ്? കുമാർ സാഹ്നി. കുമാർ സാഹ്നിയാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദി സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി. 1972 പുറത്തിറങ്ങിയ മായാ ദർപ്പണാണ് കുമാർ സാഹ്നിയുടെ ആദ്യ ചിത്രം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ 4 അധ്യായ് എന്ന നോവലിനെ ചലച്ചിത്രമാക്കിയതും കുമാർ സാഹ്നിയാണ്. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ജസ്റ്റിസ് നിളയ് വിപിൻചന്ദ്ര അഞ്ചാരിയ. ജസ്റ്റിസ് നിളയ് വിപിൻചന്ദ്ര അഞ്ചാരിയാണ് കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയ മലയാളി ആരാണ്? ആശാ ശോഭന. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കളിക്കാരിയായ ആശാ ശോഭനയാണ് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയ മലയാളി. UP വാറിയേഴ്സിനെതിരെയാണ് ആശാ ശോഭന ഈ നേട്ടം കൈവരിച്ചത്. 2024 ന്യൂഡൽഹി മാരത്തണിൽ പുരുഷ വിഭാഗം ജേതാവായ മലയാളി ആരാണ്? ഗോപി തോന്നയ്ക്കൽ. മലയാളിയായ ഗോപി തോന്നയ്ക്കലാണ് 2024 ന്യൂഡൽഹി മാരത്തണിൽ പുരുഷ വിഭാഗം ജേതാവായത്. ശ്രീനു ബുഗാദ, അക്ഷയ് സൈനി എന്നിവരാണ് 2, 3 സ്ഥാനങ്ങൾ നേടിയത്. വനിതാ വിഭാഗത്തിൽ ജേതാവായത് അശ്വിനി ജാദവാണ്. നിർമ്മ ബെൻ താക്കൂർ, ദിവ്യങ്ക ചൗധരി എന്നിവരാണ് 2, 3 സ്ഥാനങ്ങൾ നേടിയത്. വിയറ്റ്നാമിലെ പ്രമുഖ വൈദ്യുത കാർ നിർമ്മാണ കമ്പനിയായ വിൻഫാസ്റ്റ് ഇന്ത്യയിൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നത് എവിടെയാണ്? തൂത്തുക്കുടി. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് വിയറ്റ്നാമിലെ പ്രമുഖ വൈദ്യുത കാർ നിർമ്മാണ കമ്പനിയായ വിൻഫാസ്റ്റ് ഇന്ത്യയിൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നത്.
വിൻഫാസ്റ്റിന്റെ ലോകത്തിലെ മൂന്നാമത്തെ നിർമ്മാണശാലയാണ് തമിഴ്നാട്ടിൽ സ്ഥാപിതമാകുന്നത്. കൗമാരക്കാരായ പെൺകുട്ടികളുടെ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലകൾക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഉത്കർഷ് ജില്ലകൾ. കൗമാരക്കാരായ പെൺകുട്ടികളുടെ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലകൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഉത്കർഷ് ജില്ലകൾ. ആയുഷ് മന്ത്രാലയവും വനിതാ ശിശുവികസന മന്ത്രാലയവും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി സ്മൃതി ഇറാനിയാണ്. കേന്ദ്ര ആയുഷ് മന്ത്രി സർബാനന്ദ സോനോവാളും. ഉച്ചഭക്ഷണം പാഴ്സലായി എത്തിക്കുന്നതിന് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ലഞ്ച് ബെൽ. ഉച്ചഭക്ഷണം പാഴ്സലായി എത്തിക്കുന്നതിന് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ലഞ്ച് ബെൽ. പോക്കറ്റ് മാർട്ട് എന്ന മൊബൈൽ ആപ്പിലൂടെ ഉച്ചഭക്ഷണം ബുക്ക് ചെയ്യുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നതാണ് ഈ പദ്ധതി. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രശസ്ത ഗസൽ ഗായകൻ ആരാണ്? പങ്കജ് ഉദാസ്. പങ്കജ് ഉദാസ് ആണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രശസ്ത ഗസൽ ഗായകൻ. ഇന്ത്യയിലെ പ്രഥമ ടെന്നീസ് ബോൾ സ്ട്രീറ്റ് ക്രിക്കറ്റ് ലീഗിലെ താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ച കളിക്കാരൻ ആരാണ്? അഭിഷേക് കുമാർ ഡോൽഹർ. അഭിഷേക് കുമാർ ഡോൽഹർ ആണ് ഇന്ത്യയിലെ പ്രഥമ ടെന്നീസ് ബോൾ സ്ട്രീറ്റ് ക്രിക്കറ്റ് ലീഗിലെ താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ച കളിക്കാരൻ. ഇദ്ദേഹത്തിന് 27 ലക്ഷം രൂപയാണ് പ്രതിഫലമായി ലഭിച്ചത്. അമിതാഭ് ബച്ചന്റെ മാജി മുംബൈ ടീമാണ് അഭിഷേക് കുമാർ ഡോൽഹറെ സ്വന്തമാക്കിയത്. ടൂർണമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായ ഷെറിക് യാസിറിനെ സ്വന്തമാക്കിയത് ഹൃതിക് റോഷന്റെ ഉടമസ്ഥതയിലുള്ള ബാംഗ്ലൂർ സ്ട്രൈക്കേഴ്സ് ആണ്. മാർച്ച് 6 മുതൽ 15 വരെ താനെയിലെ ദാദാജി കൊണ്ടദേവ് സ്റ്റേഡിയത്തിലാണ് 10 ഓവർ വീതമുള്ള ടെന്നീസ് ബോൾ സ്ട്രീറ്റ് ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റ് നടക്കുന്നത്. വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഗോംബസ് സാമൂരിനോറം. വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് നൽകിയിരിക്കുന്ന പേരാണ് ഗോംബസ് സാമൂരിനോറം. ജൈവാവശിഷ്ടങ്ങളെ മണ്ണിൽ അലിയിക്കാൻ സഹായിക്കുന്ന ഫംഗസാണ് ഗോംബസ് സാമൂരിനോറം. സാമൂതിരിമാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ഫംഗസിന് ഗോംബസ് സാമൂരിനോറം എന്ന പേര് നൽകിയത്. ഇന്ത്യൻ മാധ്യമ രംഗത്ത് റിലയൻസുമായി സഹകരിക്കുവാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര കമ്പനി ഏതാണ്? വാൾട്ട് ഡിസ്നി. അന്താരാഷ്ട്ര കമ്പനിയായ വാൾട്ട് ഡിസ്നിയാണ് ഇന്ത്യൻ മാധ്യമ രംഗത്ത് റിലയൻസുമായി സഹകരിക്കുവാൻ തീരുമാനിച്ചത്. റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള വയോകോം 18ഉം വാൾട്ട് ഡിസ്നിയുടെ സ്റ്റാർ ഇന്ത്യയും തമ്മിൽ ലയിക്കുന്നതിനാണ് തീരുമാനമായത്. ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആദ്യമായി നിർമ്മിച്ച റേസിംഗ് ഇന്ധനത്തിന്റെ പേരെന്താണ്? സ്റ്റോം. സ്റ്റോം എന്ന പേരിലുള്ള റേസിംഗ് ഇന്ധനമാണ് ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആദ്യമായി നിർമ്മിച്ച റേസിംഗ് ഇന്ധനം. റേസിംഗ് സർക്യൂട്ടിലെ പ്രീമിയം സൂപ്പർ ബൈക്കുകൾക്കായി വികസിപ്പിച്ചതാണ് സ്റ്റോം എന്ന ഹൈ ഒക്ടേൻ അൾട്ടിമേറ്റ് റേസിംഗ് ഇന്ധനം. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയായ ഹർദീപ് സിംഗ് പുരിയാണ് ഈ ഇന്ധനം പുറത്തിറക്കിയത്. കർണാടക സർക്കാർ കർണാടകയുടെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയാക്കുവാൻ തീരുമാനിച്ചത് ഏത് ഭാഷയാണ്? തുളു ഭാഷ. കർണാടക സർക്കാർ കർണാടകയുടെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയാക്കുവാൻ തീരുമാനിച്ചത് തുളു ഭാഷയാണ്.
ഏത് കാട്ടുജീവിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ കാലാവധിയാണ് സർക്കാർ 1 വർഷത്തേക്ക് കൂടി നീട്ടിയത്? കാട്ടുപന്നി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ കാലാവധിയാണ് സർക്കാർ 1 വർഷത്തേക്ക് കൂടി നീട്ടിയത്. ഈ ഉത്തരവ് പ്രകാരം ഉപാധികളോടെ കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാൻ അനുമതി ലഭിക്കും. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ഫെബ്രുവരി മാസത്തിൽ വിളവെടുപ്പ് ഉത്സവമായ നൊക്യും ഉത്സവം നടക്കുന്നത്? അരുണാചൽ പ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലാണ് ഫെബ്രുവരി മാസത്തിൽ വിളവെടുപ്പ് ഉത്സവമായ നൊക്യും ഉത്സവം നടക്കുന്നത്. അരുണാചൽ പ്രദേശിലെ ഗോത്ര വിഭാഗമായ നിഷികളുടെ ഉത്സവമാണ് നൊക്യും. കമ്പം കൊണ്ടുണ്ടാക്കുന്ന അർച്ച എന്നു പേരുള്ള മദ്യം ഈ ആഘോഷത്തിന്റെ ഭാഗമായി വിളമ്പും. 2024 ഫെബ്രുവരിയിൽ ക്ലബ്ബ് ഫുട്ബോളിൽ 750 ഗോൾ തികച്ച ഫുട്ബോൾ താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് 2024 ഫെബ്രുവരിയിൽ ക്ലബ്ബ് ഫുട്ബോളിൽ 750 ഗോൾ തികച്ച ഫുട്ബോൾ താരം. സൗദി പ്രോ ലീഗിൽ അൽ നസർ ക്ലബിന് വേണ്ടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ 750 ഗോൾ നേടിയത്. 750ാമത് ഗോൾ നേടിയത്. 2024 ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ ജേതാക്കളായ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? ലിവർപൂൾ. ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബാണ് 2024 ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ ജേതാക്കളായത്. ചെൽസിയെയാണ് ലിവർപൂൾ ഫൈനലിൽ തോൽപ്പിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള പുതുക്കിയ പ്രായപരിധി എത്രയാണ്? 6 വയസ്സ്. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം 2020 പ്രകാരം 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള പുതുക്കിയ പ്രായപരിധി 6 വയസ്സാണ്. എന്നാൽ കേരളം ഈ ഭേദഗതി നടപ്പിലാക്കിയിട്ടില്ല. കേരളത്തിൽ 5 വയസ്സിൽ തന്നെ 1-ാം ക്ലാസ്സിൽ ചേർക്കാം. പുതുക്കിയ പ്രായപരിധി ഈ അധ്യയന വർഷം മുതൽ നടപ്പിലാക്കണമെന്ന് കേന്ദ്രം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജിമെയിലിന് ബദലായി ഇലോൺ മസ്കിന്റെ എക്സ് കമ്പനി പുറത്തിറക്കുന്ന പുതിയ ഇമെയിൽ പ്ലാറ്റ്ഫോം ഏതാണ്? എക്സ് മെയിൽ. ജിമെയിലിന് ബദലായി ഇലോൺ മസ്കിന്റെ എക്സ് കമ്പനി പുറത്തിറക്കുന്ന പുതിയ ഇമെയിൽ പ്ലാറ്റ്ഫോമാണ് എക്സ് മെയിൽ. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന ഏത് ഹെലികോപ്റ്ററുകളാണ് ദക്ഷിണ നാവിക കമാൻഡിന് കീഴിൽ കൊച്ചി നാവിക അക്കാദമിയിൽ വിന്യസിക്കുന്നത്? MH-60 റോമിയോ ഹെലികോപ്റ്റർ. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന MH-60 റോമിയോ ഹെലികോപ്റ്ററാണ് ദക്ഷിണ നാവിക കമാൻഡിന് കീഴിൽ കൊച്ചി നാവിക അക്കാദമിയിൽ വിന്യസിക്കുന്നത്. ഗുജറാത്തിലെ ദ്വാരകയ്ക്ക് സമീപമുള്ള ഏത് ബീച്ചിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂബ ഡൈവിംഗ് നടത്തിയത്? പഞ്ച് കുയി ബീച്ച്. ഗുജറാത്തിലെ ദ്വാരകയ്ക്ക് സമീപമുള്ള പഞ്ച് കുയി ബീച്ചിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂബ ഡൈവിംഗ് നടത്തിയത്. പുരാണങ്ങളിൽ പരാമർശമുള്ള കടലിനടിയിലെ ദ്വാരക നഗരം കാണുന്നതിനാണ് പ്രധാനമന്ത്രി സ്കൂബ ഡൈവിംഗ് നടത്തിയത്. 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഏതാണ്? സുദർശൻ സേതു. 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് സുദർശൻ സേതു. ഗുജറാത്തിലെ ബെയ്ത്ത് ദ്വാരക ദ്വീപിനെയും ഓഖ നഗരത്തെയും ബന്ധിപ്പിക്കുന്നതാണ് സുദർശൻ സേതു തൂക്കുപാലം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? പ്രസിഡന്റ് TK മീരാബായിയും ജനറൽ സെക്രട്ടറി PV ദിവാകരനും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി TK മീരാബായിയെയും ജനറൽ സെക്രട്ടറിയായി PV ദിവാകരനെയുമാണ് തെരഞ്ഞെടുത്തത്.
2023 മികച്ച സിനിമയ്ക്കുള്ള ഇന്റർനാഷണൽ ക്രിസ്ത്യൻ വിഷ്വൽ മീഡിയ ഗോൾഡൻ ക്രൗൺ അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. 2023 മികച്ച സിനിമയ്ക്കുള്ള ഇന്റർനാഷണൽ ക്രിസ്ത്യൻ വിഷ്വൽ മീഡിയ ഗോൾഡൻ ക്രൗൺ അവാർഡ് നേടിയ മലയാള ചലച്ചിത്രമാണ് ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. ചിത്രം സംവിധാനം ചെയ്തത് ഷൈസൺ പി ഔസേഫ് ആണ്. മധ്യപ്രദേശിലെ പീഡിത ജനതയ്ക്കിടയിൽ പ്രവർത്തിച്ച സിസ്റ്റർ റാണി മരിയയുടെ ജീവിതമാണ് ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന ചിത്രത്തിന്റെ പ്രമേയം. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച പാലസ്തീൻ പ്രധാനമന്ത്രി ആരാണ്? മുഹമ്മദ് ഷെയ്യ. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച പാലസ്തീൻ പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് ഷെയ്യ. പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആണ്. സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെന്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ച MP ആരാണ്? കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷ് MPക്കാണ് സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെന്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത്. ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അലക്സാണ്ടർ സ്റ്റെബ്. അലക്സാണ്ടർ സ്റ്റെബ് ആണ് ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.